ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ദിവസം. കോർപ്പസ് ക്രിസ്തി, ക്രിസ്തുവിൻ്റെ ശരീരം ദിവ്യകാരുണ്യമായി കത്തോലിക്ക വിശ്വാസികൾ ഭയഭക്തി ബഹുമാന വിശ്വാസത്തോടെ ഉൾക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളിലേക്ക് ലയിച്ചേരുകയാണ്. അന്ത്യത്താഴവേളയിൽ അവിടുന്ന് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യം നമ്മൾ ഇന്നും എന്നും ലോകാവസാനത്തോളം കത്തോലിക്ക വിശ്വാസികൾ ആ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ നിലനിന്ന് സ്വീകരിച്ച് ബലം പ്രാപിക്കുന്നു. ദിവ്യകാരുണ്യം എന്നാലെന്ത്? നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവവും അടക്കിക്കൊള്ളുന്ന ഉദാശയാകുന്നു ദിവ്യകാരുണ്യം. അതാണ് നമ്മൾ മതബോധന ക്ലാസ്സുകളിൽ ആദ്യം പഠിക്കുന്നത്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, യൂക്കാരിസ്റ്റിക് മിറാക്കിൾസ്. നമ്മൾ കാർലോ അക്വിറ്റസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാൻ പോകുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തിയിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ വെബ്സൈറ്റും അതിലൂടെ നടത്തിയ വലിയ ദിവ്യകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനവുമാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കുന്നത്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എക്കാലവും സഭാവിശ്വാസികൾ വലിയ ജിജ്ഞാസയോടും സ്നേഹത്തോടും കൂടി ഉൾക്കൊള്ളുന്ന വാർത്തയാണ് ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയപ്പെടുന്നത്. നമ്മൾ കാർലോ അക്വിറ്റസിനെ അതുകൊണ്ട് തന്നെ ഗോഡ്സ് ഇൻഫ്ലുവൻസ് എന്നാണ് പാപ്പ അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്ന അത്ഭുതം അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മെയ് 23 നടത്തിയ പ്രഖ്യാപനത്തിൽ അദ്ദേഹം കുറിച്ച് അങ്ങനെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഗോഡ്സ് ഇൻഫ്ലുവൻസ്, ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പ്രചരിപ്പിച്ച വിശുദ്ധനെ അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മളിങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 7 എണ്ണം കാണാം. 2 എണ്ണം നമുക്ക് സുവിശേഷത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ദിവ്യകാരുണ്യം അഥവാ ജീവൻ്റെ അപ്പത്തെ സംബന്ധിക്കുന്ന മനോഹരമായ പാഠം ഈശോ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള വളരെ ആഴമേറിയ ദൈവശാസ്ത്ര പഠനം ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ആദ്യം 2 സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് പിന്നീട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ ഈശോ തുടങ്ങുന്നത്. ആദ്യം നടന്ന 2 സംഭവങ്ങൾ എന്താണ്? 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലായിട്ട് നമ്മൾ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം കാണുന്നുണ്ട്. അതിലൂടെ ഈശോനാഥൻ പ്രഖ്യാപിക്കുകയാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം തന്നെയാണ് ഈശോ പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള 1ാമത്തെ അത്ഭുതമായിട്ട് നമുക്ക് അതിനെ കാണാം. ഈശോ അപ്പം വർദ്ധിപ്പിക്കുക എന്ന് പറയുക, അതായത് എൻ്റെ ശരീരം എനിക്ക് എത്ര വേണമെങ്കിലും വർദ്ധിപ്പിച്ച് എത്ര കാലഘട്ടത്തിലേക്കും എത്ര തലമുറകളിലേക്കും നൽകാൻ സാധിക്കുമെന്ന് ഈശോ പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ. 2ാമത്തെ സംഭവം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കടലിന് മീതെ നടക്കുന്ന ഈശോയെ നമ്മൾ കാണുക. അതായത് എൻ്റെ ശരീരം ഏത് രീതിയിലേക്കും എനിക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ഈശോ പ്രഖ്യാപിക്കുകയായിരുന്നു. അതൊരു ദിവ്യകാരുണ്യ അത്ഭുതമായിട്ട് നമ്മൾ കാണേണ്ടത്. ഒരു അത്ഭുതം, ഒരു ഇൻട്രൊഡക്ടറി മിറാക്കിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ആമുഖ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന 2 അത്ഭുതങ്ങളാണ്. എന്നിട്ടാണ് ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദിവ്യകാരുണ്യം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് 6-ാം അധ്യായത്തിൽ. എന്നിട്ട് വചനമാണ് ഇതിൻ്റെ അടിസ്ഥാനം കാണാനായിട്ട് സാധിക്കും. 6-ാം അധ്യായം 66-ാം വാക്യം നമ്മൾ പലവർത്തി കണ്ടിട്ടുള്ളതാണ്. ഈ യോഹന്നാൻ തന്നെ എഴുതിയ വെളിപാട് പുസ്തകത്തിൽ സാത്താനെ സൂചിപ്പിക്കുന്ന സംഖ്യ 666. 6-ാം അധ്യായം 66-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ അപ്പോൾ അവനെ വിട്ടുപോയി, പിന്നീട് അവരൊരിക്കലും ഈശോയോടൊപ്പം നടന്നിട്ടില്ല. കുർബാനയെ മനസ്സിലാക്കാത്തവൻ ഈശോയോടൊപ്പം നടക്കാൻ സാധിക്കത്തില്ല. കുർബാനയെ മനസ്സിലാക്കുന്നവന് മാത്രമേ ഈശോയോടൊപ്പം നടക്കാൻ സാധിക്കുള്ളൂ എന്ന് തെളിവ് നൽകുന്ന വാക്യമാണ് 6-ാം അധ്യായം 66-ാം വാക്യം. അതിനുശേഷം ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങളും എന്നെ വിട്ടു പോകുന്നുണ്ടോ? 6-ാം അധ്യായം 68-ാം വാക്യം. പത്രോസ് എല്ലാ ശിഷ്യന്മാർക്കും വേണ്ടി ഒരു മറുപടി പറയുന്നുണ്ട്.
ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാ? നിത്യജീവൻ്റെ വാക്കുകൾ നിൻ്റെ പക്കലാണല്ലോ. അപ്പോൾ ഈ വചനമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ അടിസ്ഥാനം. ഈശോ പറഞ്ഞ വാക്യം വചനമാണ് ദിവ്യകാരുണ്യത്തിൻ്റെ അടിസ്ഥാനം. ദിവ്യകാരുണ്യം സ്ഥാപിക്കപ്പെടാനുള്ള കാരണം. അപ്പം വചനം മാംസമായി എന്ന് പറയുന്ന അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലേക്ക് കടന്നു വരിക. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലതരമുണ്ട്. നമുക്കൊരു 5 എണ്ണം നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, മൃഗങ്ങൾ തിരിച്ചറിഞ്ഞ ദിവ്യകാരുണ്യം. 2 അത്ഭുതങ്ങൾ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പാതുവായിലെ വിശുദ്ധ അന്തോനീസ് ബോണവെല്ലോ എന്ന് പറയപ്പെടുന്ന മനുഷ്യനുമായിട്ടൊരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ നിരീശ്വരവാദിയായ മനുഷ്യനെ, അവിശ്വാസിയായ മനുഷ്യൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പട്ടിണിക്കിട്ടൊരു കഴുതയെ അതിന് ഭക്ഷണം കൂട്ടിവെച്ചിരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഭക്ഷണം ശ്രദ്ധിക്കാതെ കഴുത പാതുവായിൽ അന്തോനീസ് കൊണ്ടുവരുന്ന അരുളിക്കയിലെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് തിരിഞ്ഞിട്ട് അവിടെ മുട്ടുകുത്തുന്ന സംഭവം നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്. കഴുത തിരിച്ചറിഞ്ഞ ദിവ്യകാരുണ്യം. സൃഷ്ടാവിനെ, സൃഷ്ടവസ്തു അല്ലെങ്കിൽ ഒരു ജീവി തിരിച്ചറിയുകയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറം 20-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ കരോൾ വൈറ്റിവ ജോൺ പോൾ രണ്ടാമനായി പാപ്പായായി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു അമേരിക്കൻ സെമിനാരി സന്ദർശന സമയത്ത് നടന്ന സംഭവം നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. 101 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പറയപ്പെടുന്ന പുസ്തകത്തിൽ അത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ജീവൻ കുമ്പരകൾ. സംഭവം ഇങ്ങനെയാണ്. ഈശോനാഥൻ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ചാപ്പലിലേക്ക്, അതായത് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ഷെഡ്യൂളൊക്കെ മാറ്റിയിട്ട് സെമിനാരിയിലേക്ക് പോകുന്നു. ആ ഒരു വലിയ സെക്യൂരിറ്റി ഫോഴ്സ് അദ്ദേഹത്തെ പിന്തുടരുന്നു. അവിടെ ചെന്ന് സെമിനാരിൽ ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് എവിടെയാണ് ചാപ്പലെന്ന് ചോദിച്ചിട്ട് ചാപ്പലിലേക്ക് നീങ്ങുന്നു. ചാപ്പലിൽ ചെന്ന് ബാക്കി എല്ലാവരെയും ഒഴിപ്പിച്ച് പാപ്പ മാത്രം ആ ചാപ്പലിനകത്തേക്ക് കയറി അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ K7 ഇനത്തിൽപ്പെട്ട വളരെ പ്രഗത്ഭമായ രീതിയിൽ പ്രഗത്ഭനായ നായ, ഈ പോലീസ് ഡോഗ്, പോലീസ് പട്ടി അവിടെ എത്തിയിട്ട് അൾത്താരയിലേക്ക് നോക്കി കുരയ്ക്കുകയാണ്. അതായത് അവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ട്. സെക്യൂരിറ്റി ഓഫീസേഴ്സ് എല്ലാം വളരെ വേഗത്തിൽ അവിടെ കടന്നു വന്ന് അവിടെ എല്ലാവരും പരതി നോക്കുമ്പോഴത്തേക്ക് അവിടെ ആരെയും കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുരയ്ക്കുന്ന രീതിയിലാണ് പട്ടി കുരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ പോലീസ് ഓഫീസേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ ഈ പട്ടി തിരിച്ചറിഞ്ഞത് നിങ്ങൾ തിരിച്ചറിയുന്നില്ലല്ലോ. പട്ടി തിരിച്ചറിഞ്ഞത് വ്യക്തി സാന്നിധ്യത്തെയാണ്. ഒരാൾ അവിടെ ഇരിക്കുന്ന രീതിയിൽ സക്രാരിക്കകത്തിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ പട്ടി തിരിച്ചറിഞ്ഞു, നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അങ്ങനെ വ്യക്തി സാന്നിധ്യമായി നിലനിൽക്കുന്ന ഒരാളിരിക്കുന്ന രീതിയിൽ സക്രാരിക്കകത്ത് ഈശോ ഇരിപ്പുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതം, വ്യക്തി സാന്നിധ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യം നൽകുന്ന അത്ഭുതം. കഴുതയും പട്ടിയും തിരിച്ചറിഞ്ഞത് മനുഷ്യൻ തിരിച്ചറിയാതെ പോകുമ്പോൾ ഈ അത്ഭുതങ്ങൾ നമ്മളിലേക്ക് ഒരു സൂചന നൽകിയ നമുക്ക് ആ ബോധ്യം വേണം. പള്ളിക്കകത്ത് സക്രാരിക്കുള്ളിൽ ഈശോ എന്നൊരാൾ ഇരിപ്പുണ്ട്, ഒരു വ്യക്തി ഇരിപ്പുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലിലേക്കാണ് ഈ ദിവ്യകാരുണ്യം, മൃഗങ്ങൾ തിരിച്ചറിഞ്ഞ ദിവ്യകാരുണ്യ അത്ഭുതം വിരൽ ചൂണ്ടുന്നത്. 2, വർഷങ്ങൾ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധരുടെ ഒരു നീണ്ട നിര നമുക്ക് കത്തോലിക്ക തിരുസഭയിൽ കാണാൻ സാധിക്കും. അതൊരു വലിയ ശക്തി കേന്ദ്രമാണ് എന്ന് ഓർപ്പിക്കുക. സൃഷ്ടാവായ ദൈവം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നമ്മൾ തിരയേണ്ട ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുമ്പോഴണം അവർ ജീവിച്ച വിശുദ്ധർ. കാതറിൻ ഓഫ് സിയന 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പുണ്യവതി 25 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. ജമ്മ ഗിൽഗാനി 1902 തുടങ്ങി 1903 വരെ 1 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. 25 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടൊരു വിശുദ്ധയാണ്. പീറ്റർ അൽക്കാന്ദ്ര 40 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. ജോസഫ് കുപ്പർത്തീനോ പറക്കുന്ന വിശുദ്ധൻ 15 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. നിക്കോളാസ് ഫ്ലൂ എന്ന് പറയപ്പെടുന്ന വിശുദ്ധൻ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ 20 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. ആഞ്ചല ഓഫ് ഫൊലീഞ്ഞോ എന്ന് പറയപ്പെടുന്ന വിശുദ്ധ 12 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. അലക്സാൻഡ്രിയ മരിയ ഡി കോസ്ത എന്ന് പറയപ്പെടുന്ന വിശുദ്ധ 13 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചു. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഈ വിശുദ്ധരൊക്കെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ശാസ്ത്രത്തെ അതിജീവിച്ചു, വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടുകളെ അതിജീവിച്ചുകൊണ്ട് ഈ വിശുദ്ധർ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. സൃഷ്ടാവ് നിൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ നീ വേറൊന്നും തിരയേണ്ട ആവശ്യമില്ല എന്ന്. ഓരോ കാലഘട്ടങ്ങളിൽ പ്രവാചകരെ പോലെ ഈ വിശുദ്ധർ നമ്മളോട് ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിളിച്ചു പറയുകയായിരുന്നു. 3, അത്ഭുതകരമായ
ദിവ്യകാരുണ്യ സ്വീകരണം. വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിരിക്കുന്ന പോലെ ദിവ്യകാരുണ്യത്തെ സക്രാരി തുറന്നത് ഈശോ അവിടെ നിന്നും പറന്നിട്ട് നാവിലേക്ക് ഇറങ്ങി വന്നത് അനുഭവത്തെക്കുറിച്ച് എന്നൊക്കെ പറയുന്ന സംഭവം. അതിന് സമാനമായിട്ടൊരു 7 പേരെ നമുക്ക് അങ്ങനെയും വായിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട 7 പേരെ പോലെ. വാഴ്ത്തപ്പെട്ട റേഗൻസ്ബർഗിലെ ഫെഡറിക് 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ്. അദ്ദേഹത്തിന് മാലാക പരിശുദ്ധ കുർബാന കൊണ്ടുചെന്ന് കൊടുത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. റിയലി അതിങ്ങനെ ദർശനമൊന്നുമല്ല, റിയൽ പ്രസൻസ് കുർബാന മാലാക കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്രിൻഡിസിയിലെ വിശുദ്ധ ലോറൻസിന് ഈശോ തന്നെ നേരിട്ട് ദിവ്യകാരുണ്യം നൽകിയ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിശുദ്ധരിൽ വിജ്ഞനും വലിയ വിശുദ്ധരിൽ വിജ്ഞനിൽ എന്നൊക്കെ പറയപ്പെടുന്ന അക്വീനോസിൻ്റെ ഉറ്റ കൂട്ടുകാരൻ എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിസ്കൻ സന്യാസിയായ അന്തോനീസിൻ്റെ നാവ് കൈകളിൽ എടുത്തുകൊണ്ട് ആ സ്തുതി സമർപ്പിച്ച ഫ്രാൻസിസ് അസീസി പേരിട്ടു എന്ന് പറയപ്പെടുന്ന ഉത്തമ ഭാഗ്യം എന്നർത്ഥം വരുന്ന പേരുകാരനായ ബൊണവെഞ്ചോർ. ഒരുപാട് ഇഷ്ടമുള്ളൊരു വിശുദ്ധനാണ് ബൊണവെഞ്ചോർ. 13ാം നൂറ്റാണ്ടിലെ വിശുദ്ധൻ. ഈ വിശുദ്ധന് മാലാക ദിവ്യകാരുണ്യം കൊണ്ടുചെന്ന് കൊടുത്ത സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇതിനിടയ്ക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഫാത്തിമയിൽ അവർ ദിവ്യകാരുണ്യ സ്വീകരണം എന്നതിനേക്കാൾ മാലാക കാസയിൽ തിരുരക്തവും കുർബാനയുമായിട്ട് അവരുടെ മുമ്പിൽ വന്ന് അവരോട് ആരാധിക്കാൻ ആവശ്യപ്പെട്ട സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് അത് ഇടയ്ക്കൊന്ന് ഓർമ്മിച്ചെന്ന് മാത്രം. നാലാമതായിട്ട് നമ്മൾ കാണുന്നത് സ്റ്റാനിസ്ലാവസ് കോസ്ക. നമ്മുടെ മുൻ മെത്രാനായിരുന്ന സ്റ്റാൻലി റോമൻ പിതാവിൻ്റെയൊക്കെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റാനിസ്ലാവസ് കോസ്ക എന്ന് പറയപ്പെടുന്ന പുണ്യവൻ. വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ വിശുദ്ധനാണ്. വിശുദ്ധ സ്റ്റാനിസ്ലാവസ് കോസ്കായ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന വിശുദ്ധ ബാർബര കുർബാന കൊണ്ടുവന്ന് കൊടുത്ത സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. കാതറിൻ ഓഫ് സിയന്ന പാപ്പമാരുടെ പോലും ഉപദേശിക്കാരെന്ന് പറയപ്പെടുന്ന ഈ വർഷങ്ങളോളം 13 നീണ്ട കാലഘട്ടത്തിലേക്ക്, അതായത് ഒരു 25 വർഷം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ഈ പുണ്യവതിക്ക് ഈശോനാഥ് നേരിട്ട് കൊണ്ടുവന്ന് കുർബാന കൊടുത്ത സംഭവം നമുക്ക് ജീവിതത്തിൽ വായിക്കാൻ സാധിക്കും. 6ാമതായിട്ട് മേരി മാഗ്ദലിൻ പാസി എന്ന് പറയപ്പെടുന്ന വിശുദ്ധയ്ക്ക് ഈശോ തന്നെ കുർബാന കൊടുത്തിട്ടുണ്ട്. തെരേസ ന്യൂമാൻ നീണ്ട കാലഘട്ടം ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച് ഈ വിശുദ്ധയ്ക്ക് 20ാം നൂറ്റാണ്ടിലെ വിശുദ്ധയ്ക്ക് ഈശോ നേരിട്ട് ദിവ്യകാരുണ്യം നൽകിയ സംഭവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധർ എന്ന് പറയുന്ന പോലെ തന്നെ അത്ഭുതകരമായ രീതിയിൽ മാലാഖയോ ഈശോയോ മറ്റ് വിശുദ്ധരോ കൊണ്ടുപോയി കുർബാന കൊടുത്തു എന്ന് പറയപ്പെടുന്ന റിയൽ അനുഭവത്തിലൂടെ കടന്നുപോയ വിശുദ്ധരുടെ ജീവിതം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അത്ഭുതകരമായ രീതിയിൽ കുർബാന സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന കൊതി, കുർബാന സ്വീകരിക്കാൻ അവർക്കുണ്ടായിരുന്ന ദാഹത്തെ, കൊതിയെ ഈശോ വിലമതിച്ചു എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്ക് ഓരോ കാരണമുണ്ട്. ആ മൃഗങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ബോധ്യം നൽകുകയാണ്. വർഷങ്ങൾ കുർബാന മാത്രം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ കുർബാനയുടെ ശക്തി വെളിപ്പെടുക. അത്ഭുതകരമായ കുർബാന സ്വീകരണത്തിലൂടെ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾ കൊതിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. 4ാമത് കുർബാനയിൽ ഈശോയുടെ ദൃശ്യം, ഈശോയുടെ ചിത്രങ്ങൾ വന്നു എന്ന് പറയപ്പെടുന്ന അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ബേണിംഗ് ഹോസ്റ്റ് എന്ന് പറയപ്പെടുന്ന ദിവ്യകാരുണ്യം, ജ്വലിക്കുന്ന ദിവ്യകാരുണ്യം, ചലിക്കുന്ന ദിവ്യകാരുണ്യം എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം. എന്താണത് നമ്മൾ സൂചിപ്പിക്കുന്നത്? അത് ഈശോ നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയാണ്. കുർബാനയിലേക്ക് ഈശോ നമ്മളെ ആകർഷിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നമുക്ക് ചരിത്രത്തിൽ അങ്ങനെ ഈശോയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ്, അല്ലെങ്കിൽ വർഷങ്ങൾ കേടുകൂടാതിരുന്ന ദിവ്യകാരുണ്യം ഇപ്പോഴും ഇരിക്കുന്ന, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പൂപ്പൽ പിടിക്കാതെ നശിക്കാതെ യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതെ ഈശോയുടെ സ്നേഹം കൊണ്ട് പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യങ്ങൾ നമ്മളെ ഓർപ്പിക്കും. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഈശോ നമ്മളെ ആകർഷിക്കുന്നു ദിവ്യകാരുണ്യത്തിലേക്ക് എന്നുള്ളതാണ്. 5ാമതായിട്ട് കുർബാന മാംസമായി മാറി, മാംസ കഷ്ണമായി മാറി. 700 AD ഇറ്റലിയിലെ ലാജിയാനോയിൽ നടന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം തൊട്ട് ഇന്നോളമുള്ള ബ്യൂണസ് ഐറിസിൽ നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ രൂപതയായ ബ്യൂണസ് ഐറിസിൽ അദ്ദേഹം അവിടെ മെത്രാനായിരിക്കുന്ന സമയത്ത് ജോർജ് മരിയ ബർഗോളിയോ എന്ന് പറയപ്പെടുന്ന മെത്രാൻ്റെ കാലഘട്ടത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം ഉൾപ്പെടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക, ദിവ്യകാരുണ്യം തിരുശരീരമാണ് എന്ന് പറയുന്നതിന് എക്സാക്ട്ലി അത് മാംസമായി മാറി. അത് മയോകാർഡിയൽ
ഭാഗമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ചീള്, ഒരു സ്ലൈസ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ കഷ്ണമായിട്ടാണ് മാറിയത്. അതായത് അത് വളരെ വ്യക്തമായിട്ടും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവ്യകാരുണ്യം യേശുവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുന്നതെങ്കിൽ പോലും അത് വെറും ശരീരമല്ല, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണമാണ് ദിവ്യകാരുണ്യം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതം എന്ന് പറയപ്പെടുന്ന ഈ ദിവ്യകാരുണ്യ അപ്പം ഈശോയുടെ ശരീരം അഥവാ ഹൃദയത്തിൻ്റെ കഷ്ണമായി മാറി എന്ന് പറയപ്പെടുന്ന അത്ഭുതങ്ങൾ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ 5 തരം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾക്ക് 5 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. മൃഗങ്ങൾ തിരിച്ചറിഞ്ഞ ദിവ്യകാരുണ്യം നമ്മളെ മൃഗങ്ങൾ തിരിച്ചറിഞ്ഞ് നിനക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. 2, വർഷങ്ങൾ കുർബാന മാത്രം സ്വീകരിച്ച വിശുദ്ധർ നമ്മളെ ഓർപ്പിക്കുന്നു, ഇതാണ് ശക്തി കേന്ദ്രം. 3, അത്ഭുതകരമായ രീതിയിൽ ഈശോയിൽ നിന്നും വിശുദ്ധരിൽ നിന്നും മാലാഖമാരിൽ നിന്നും ഒക്കെ കുർബാന സ്വീകരിച്ച് വിശുദ്ധർ നമ്മളെ ഓർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നീയും കൊതിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ്. 4, കുർബാനയിൽ ഈശോയുടെ ദൃശ്യം കണ്ട രീതിയിലുള്ള കുർബാന, അല്ലെങ്കിൽ ദീർഘകാലം കുർബാന കേടുകൂടാതിരുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഈശോ നമ്മളെ കുർബാനയിലേക്ക് നിരന്തരം ആകർഷിക്കുന്നു എന്നുള്ളതാണ്. 5, കുർബാന മാംസ കഷ്ണമായി മാറി, അല്ലെങ്കിൽ ഒരു ഹൃദയത്തിൻ്റെ കഷ്ണമായി മാറി എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഓർപ്പിക്കുന്നത് നാവ് നീട്ടി നാം സ്വീകരിക്കുന്ന കുർബാന, ഈശോയുടെ ശരീരം, അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു ചെറു കഷ്ണമാണ്. ഈശോയുടെ തിരുഹൃദയം ഭക്ഷിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച കത്തോലിക്ക വിശ്വാസികളായി നമുക്ക് അഭിമാനിക്കാം. ആ ഭക്തി അത് എത്ര ആദരവോടുകൂടി നമ്മൾ സ്വീകരിക്കണം, അത്രയും ആദരവോടും വിശുദ്ധിയോടും കൂടി കുർബാന സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദിവ്യകാരുണ്യ നാഥൻ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ. സ്നേഹിക്കുന്നു.